16 മുതൽ 25 വരെയുള്ള വചനം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്തു പറയണമെന്നോ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് സുവിശേഷ പ്രഘോഷണം നടത്തി ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി അയക്കുമ്പോൾ അവർക്കൂടെ ചില വാണിങ്ങുകളാണ്, മുന്നറിയിപ്പുകളാണ്. അപ്പോൾ അത് തിരസ്കരിക്കാതെ അവർ മുന്നോട്ട് പോകണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. കാരണം അവർ പോകുന്നത്, സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നവർക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ സഹനങ്ങളെയും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ടിട്ടാണ് ഈശോ സംസാരിക്കുക. അപ്പോൾ ഈശോ പറയുന്ന വഴി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈശോയുടെ ആത്മാവ് നിറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോ പറഞ്ഞു തരികയാണ്. ഹൃദയം സൂക്ഷിക്കണം. ഒന്ന്, ചെന്നായ്ക്കളുടെ ഇലയിലേക്ക് ചെമ്മരിയാടുകൾ എന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ശിഷ്യനാരാണ്? ചെമ്മരിയാടാണ്. അവന് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് പോകുന്നത്. കണ്ടുമുട്ടുന്ന മുഴുവൻ ചെന്നായ്ക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയുടെ സ്വാധീനമുള്ള പൈശാചിക ശക്തി, മൃഗങ്ങളുടെ സ്വഭാവമുള്ള ഒരുപാട് തിന്മ നിറഞ്ഞ ആളുകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. എന്തും പ്രതീക്ഷിക്കുക. ചെന്നായെ സംബന്ധിച്ചത് അത് കടിച്ചു കീറുന്നു. മറ്റുള്ളവർ പ്രത്യേകിച്ച് മനുഷ്യനെ അവരുടെ ചെമ്മരിയാടിനെ കണ്ടു കഴിഞ്ഞാൽ അത് കടിച്ചു കീറുന്ന സ്വഭാവമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പറയാണ്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. വിവേകവും നിഷ്കളങ്കതയും ഒരുമിച്ച് വേണം. നിഷ്കളങ്ക തന്നെ പോരാ, വിവേകവും വേണം. വിവേകം നല്ല, അതായത് സർപ്പങ്ങളെപ്പോലെ വിവേകമതികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. നല്ല ജാഗ്രത വേണം നിങ്ങൾക്ക്. അതേസമയം നിങ്ങൾ വിശുദ്ധിയിലായിരിക്കണം. ഒരിക്കലും പാപത്തിൽ ഇരിക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തിന്മ കൊണ്ടല്ല വിജയം നേടേണ്ടത്, കൃപ കൊണ്ടാണ് വിജയം നേടേണ്ടത്. ഇവളോട് വചനം പറയുകയാണ്, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിക്കുക, അതുപോലെ സമയം സർപ്പത്തെപ്പോലെ വിവേകികളാക്കുക. അത് എവിടെയും ശത്രുവിൻ്റെ ഒരു ഇടപെടൽ, അത് ദുഷ്ടാരൂപികളുടെ ഇടപെടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടുത്താനും ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ദൈവവചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ ചെന്നായ്ക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ പല ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. തിന്മയുടെ പ്രവർത്തനം പലതരത്തിൽ, അത് ഏത് രീതി വേണമുണ്ടോ. നിങ്ങൾ കുടുംബത്തിനെതിരെ വരാം, പ്രിയപ്പെട്ടവർക്കെതിരെ വരാം, ശുശ്രൂഷകർക്കെതിരെ വരാം, നിങ്ങളുടെ ചിന്തകൾക്കെതിരെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെതിരെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിവേകത്തോടെ കാണണം. അപ്പോൾ എല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ സ്വഭാവം തന്നെയാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതല്ല. ലോകത്തെ വിശ്വസിക്കരുത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത്. ലോകത്തെ ഒരിക്കലും വിശ്വസിക്കരുത്. ലോകത്തെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:23-24 പറയുന്നത്. ഈശോ ജെറുസലേമിൽ വെച്ച് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് അനേകർ അവന് വിശ്വസിച്ചു. എന്നാൽ അവനാകട്ടെ ആരെയും വിശ്വസിച്ചില്ല. കാരണം അവരിലുള്ളതെല്ലാം ഈശോ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പം വീണ്ടും വചനം പറയുകയാണ്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ ലോകത്ത് വേറെ സൂക്ഷിക്കാൻ പറയുന്നില്ല. പലപ്പോഴും നമ്മൾ മറ്റു പല സൂക്ഷിക്കാൻ പറയും. പക്ഷെ മനുഷ്യരെ സൂക്ഷിക്കാൻ പറഞ്ഞു ഈശോ. മനുഷ്യന് തിന്മ കൂടിയിരിക്കുന്നത് ഈശോയ്ക്കറിയാം. ജെറമ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം തിന്മ നിറഞ്ഞതാണ്,
അത് അന്ധകാരം നിറഞ്ഞാണ്. ജെറമിയ 17:9-10 പറയുന്നത്, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പം വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. തിന്മയുടെ ഒരു അരൂപി ഉള്ളിലിരുന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിട്ട് പറയാണ്ട് മനുഷ്യരെ സൂക്ഷിക്കണം. അടുത്ത് വീണ്ടും വചനം പറയുകയാണ്, അവർ നിങ്ങൾ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, തങ്ങളുടെ സിനഗോഗുകൾ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അതായത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമെന്ന് പറയും. അപ്പോൾ ഈ കർത്താവിൻ്റെ ആത്മാവിനെ നിറഞ്ഞു പോകുന്ന വ്യക്തികളെ പീഡിപ്പിക്കുമെന്നാണോ പറഞ്ഞത്? എല്ലാവരും പീഡിപ്പിക്കുന്നതാണ്. പേടിക്കൊന്നും വേണം, നല്ലൊന്നും പേടിപ്പാണ്. കടച്ചാൽ നിത്യജീവൻ്റെ വഴിയിലൂടെ പോകുന്നവരെ ലോകം പീഡിപ്പിക്കും. ജീവിതമാണോ വേണ്ടത്? നിത്യജീവിതമാണോ വേണ്ടത്? ജീവനാണോ വേണ്ടത്? നിത്യജീവനാണോ വേണ്ടത്? നമ്മൾ ചിന്തിക്കണം. നിത്യജീവിതം ഈശോ നൽകുന്നത് നിത്യജീവിതമാണ്. മരണാനന്തര സ്വർഗത്തിൻ്റെ ജീവിതം, സ്വർഗീയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ കൃപകൾ തരുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, ജീവിതമാണോ നിത്യജീവിതമാണോ വേണ്ടത്? ജീവനാണോ നിത്യജീവിതമാണോ? അപ്പോൾ നിത്യജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട്, അതാണ് സുവിശേഷം. സുവിശേഷം പ്രഘോഷിച്ച് പോകുമ്പോൾ വലിയ പീഡനങ്ങൾ പ്രതീക്ഷിക്കണം. യേശു വീണ്ടും പറയാം, അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷി നിൽക്കും. എന്നുവെച്ചാൽ ഈ സഹനമുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ നിങ്ങൾ സാക്ഷ്യം നൽകാനുള്ള സമയമായി. ഇപ്പോഴാണ് വചനം കൊടുക്കണം, ജീവിതം കൊണ്ട്. യേശു ആരാണെന്ന് ഏറ്റുപറയാൻ, യേശു ദൈവമാണ്, കർത്താവാണെന്ന് ഏറ്റുപറയാനുള്ള സമയമാണ്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ കാണേണ്ടത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് ഏറ്റവും പറ്റിയ മണ്ണായിട്ട്, നല്ല സ്ഥലമായിട്ട് കാണണം. വീണ്ടും വചനം പറയുകയാണ്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൂടെ പുറം പേടിച്ചു പോകും. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അറിഞ്ഞുകൂടാ, വിഷമിക്കും. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളോട് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്.